ഹായ് ഫ്രണ്ട്സ്, ഫവാസ് മുനീർ എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തുന്നത് ഭിന്നശേഷിക്കാരായിട്ടുള്ള സുഹൃത്തുക്കൾ വളരെയധികം ബുദ്ധിമുട്ടുന്ന ഒരു സംഭവമാണ് അവരുടെ മുച്ചക്ര വാഹനം റിവേഴ്സ് എടുക്കുക എന്നത്. അതിനൊരു പരിഹാരമായി മുനീർ ആലഞ്ചോടുള്ള ഒരു സുഹൃത്ത് ഷിബി മോട്ടോഴ്സിൻ്റെ ഉടമയായ ഷിബി ഒരു പരിഹാരം കണ്ടെത്തിയിട്ടുണ്ട്. നമ്മുടെ ഈ വണ്ടിക്ക് റിവേഴ്സ് ഗിയർ വെച്ച് പിടിപ്പിക്കുന്നുണ്ട്. നമ്മൾ അതിനെക്കുറിച്ചിട്ട് ആ റിവേഴ്സ് ഗിയർ വെക്കാനുള്ള ചിലവ്, എക്സ്പെൻസ്, അതിൻ്റെ കാര്യങ്ങളെ കുറിച്ചിട്ടാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണിച്ചത്. നമുക്കപ്പോൾ നമ്മൾ പറഞ്ഞ നമ്മുടെ സുഹൃത്ത് ശരിയാക്കുന്നതാണ്. നമുക്ക് വളരെയധികം ഭിന്നശേഷിക്കാർക്ക് വളരെയധികം ഉപകാരപ്രദമായിട്ടുള്ള ഒരു വണ്ടിയാണ്. റിവേഴ്സ് എടുക്കാൻ എടുത്തുള്ളൊക്കെ ഞാനൊക്കെ എൻ്റെ വണ്ടി ഓടിക്കുമ്പോൾ എടുത്തുള്ള നമുക്ക് മുന്നോട്ട് ഒരു കയറ്റത്ത് കയറ്റിയാണ്ട് ഇറക്കണം. അല്ലാണ്ട് വണ്ടിയിൽ നിന്ന് ഇറങ്ങിയാണ്ട് ആരെക്കൊണ്ടെങ്കിലും ഹെൽപ്പ് ചെയ്തിട്ട് വണ്ടി തള്ളി മാറ്റണം. അതിനൊക്കെ ഒരു പരിഹാരമായിട്ടാണ് നമ്മുടെ യുവ മെക്കാനിക് കൂടെ ആയിട്ടുള്ള ഷിബി ഒരു പരിഹാരം കണ്ടിട്ടുള്ളത്. നമുക്ക് ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് ഷിബിയേട്ടനോട് തന്നെ ചോദിച്ച് മനസ്സിലാക്കാം. ഇതിപ്പോൾ എങ്ങനെയാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു വണ്ടി ഉണ്ടാക്കാനുള്ള ഒരു ആശയം വന്നത്? ബുദ്ധിമുട്ടുള്ള ആളുകൾക്ക് ഒരു സഹായമാണ് ഇത്. വലിയൊരു ചില വണ്ടി ഓരത്തെ എടുക്കണ കണ്ടിട്ട് ബുദ്ധിമുട്ട് കണ്ടിട്ട് ഒരു റിവേഴ്സ് ഉണ്ടായി കഴിഞ്ഞാൽ അവർക്ക് എവിടെയെങ്കിലും അർജിലൊക്കെ കുടുങ്ങി കഴിഞ്ഞാലൊക്കെ അവർക്ക് ബാക്ക് എടുക്കാണ്ട് വണ്ടി പോകാൻ സാധിക്കും. ഇതിപ്പോൾ മറ്റേ നോർമൽ വണ്ടിക്കൊക്കെ 3 ടയറാണ് അല്ലേ? ഇങ്ങനത്തെ സെറ്റിങ്സ് ചെയ്യുമ്പോൾ 2 ടയറിന് ആവശ്യമുള്ളൂ. ടയർ മാത്രമേ ബാക്ക് ഉണ്ടാവുള്ളൂ. രണ്ട് ടയറിനും വണ്ടി ഇഞ്ചിൻ പിടുത്തുണ്ടാവും. പിടുത്തുണ്ടാവും. അത് നമ്മളെ ഓട്ടോറിക്ഷ സിസ്റ്റത്തിൽ വർക്ക് ചെയ്യും. ഓട്ടോറിക്ഷൻ്റെ അതേ സിസ്റ്റം ആയിരിക്കും. ബാക്കിൽ 2 വീല്, മുന്നിലൊരു വീല്. അതേപോലെ തന്നെ. ഇതിപ്പോൾ നമുക്ക് ഇതിങ്ങനെ ചെയ്യുന്നതിനുള്ള എക്സ്പെൻസ് കാര്യങ്ങൾ എങ്ങനെയാണ് ഇതിൻ്റെ മെക്കാനിക്കൽ വരുന്നത്? ഇത് ചെയ്യുന്നതിന് 15 ഉറുപ്പിയോളം ചിലവ് വരും. 15 ഉറുപ്പ. പിന്നെ അതിൻ്റെ കൂടെ എക്സ്ട്രാ ഒരു വീലും വേണ്ടി വരും. ഒരു വീല് എക്സ്ട്രാ തന്നെ. ഒരു സാധാരണ 2 ഏക്കർ വണ്ടിക്കാണെങ്കിൽ ഒരു വീലായ്മ ഉണ്ടാവും. അതേപോലെ തന്നെ സപ്പോർട്ടിനായിട്ട് ഒരു വേറെ വീല് കൂടി തരിക. 15 ഉറുപ്പിക്കും നമുക്ക് ചെയ്യാൻ സാധിക്കും. അതിൻ്റെ സാധനം വലിക്കും. ഈ ലിവറ് വലിച്ചു കഴിഞ്ഞാൽ വണ്ടി മുന്നോട്ട് പോകും. വലിച്ചു കഴിഞ്ഞാൽ മുന്നോട്ട് പോകും. ഇങ്ങനെ പോകും. അതായത് താത്തി കഴിഞ്ഞാൽ സൗണ്ടോടുകൂടി റിവേഴ്സ് പോകും. ഇങ്ങനെയാണ് സംഭവം. ഇതിപ്പോൾ ആദ്യമായിട്ട് ഉണ്ടാക്കിയതിപ്പോൾ എത്ര ഇതായി നിങ്ങൾ തുടങ്ങിയിട്ട്? ഞാൻ 2012 ചെയ്തിരുന്നു. 2012 ചെയ്തിട്ടുണ്ട്. 2012 ചെയ്ത് ഇത്രയ്ക്ക് സക്സസ് ആയില്ല. അത് ഇതേപോലെ തന്നെ എഞ്ചിനീയറിംഗ് പഠിക്കുന്ന ചെക്കന്മാർ അവർക്ക് പ്രൊജക്റ്റിന് വേണ്ടിയിട്ട് സ്കൂളിൽ പഠിക്കാൻ വേണ്ടിയിട്ട് പ്രൊജക്റ്റിന് അതിന് വേണ്ടിയിട്ട് പോലെ അത് ഉപയോഗപ്പെടുത്തും. അങ്ങനെ ഇപ്പോൾ പുതിയതായിട്ട് ഉഷാറായിട്ട് ഒന്ന് ചെയ്താണ്ട് ഇറക്കി. ഇതിനേക്കാളും ഡെവലപ്പ് ചെയ്തിട്ടാണ് നമ്മൾ മറ്റുള്ള ആളുകൾക്ക് ചെയ്തത്. ഇതൊരു ഡെമോ മാത്രമാണ്. ഇത് ഡെമോ മാത്രമാണ്. പക്ഷേ ഇതിനേക്കാളും നല്ല രീതിയിലാണ് നമ്മൾ ഓരോ വ്യക്തികൾക്ക് ഉപയോഗിക്കാനുള്ള രീതിയിൽ ചെയ്ത്. ഡെമോ മാത്രം, ടെസ്റ്റിങ് മാത്രം
ചെയ്യാനുള്ളൊരു സംവിധാനം മാത്രമാണ്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഈ വീഡിയോയിലൊക്കെ സോഷ്യൽ മീഡിയയിലൊക്കെ വളരെയധികം പ്രചരിച്ച ടൈമിൽ ഒരുപാട് ബിസിനസ് കാര്യങ്ങളെ ബന്ധപ്പെട്ടുണ്ടാവും. അനേകം ആളുകൾ വിളിച്ചുകൊണ്ടേയിരിക്കുകയാണ്. കാരണം എല്ലാവർക്കും വളരെയധികം ഒരു അത്ഭുതം, ഒരു സന്തോഷമുള്ള ഒരു കാര്യമാണ്. കാരണം വണ്ടിക്ക് റിവേഴ്സ് എടുക്കുക എന്നുള്ളത് ഒട്ടുള്ള ആരെങ്കിലും പോകണവരോട് ഒന്ന് തള്ളി തരുക, അല്ലാണ്ട് ഒരു കല്ലുമല കയറ്റത്തെ കയറി എടുക്കണം. അപ്പോൾ അവർക്കൊക്കെ പരിഹാരമായിട്ടുള്ള അല്ലാതെ ഇങ്ങനെ ചെയ്യുന്നതുകൊണ്ട് വണ്ടിക്ക് എന്തെങ്കിലും സൈഡ് എഫക്റ്റ് കാര്യങ്ങൾ സംഭവങ്ങൾ ഉണ്ടാവാൻ ചാൻസില്ല. എനിക്ക് എക്സ്ട്രാ ഒരു ഗിയർ ബോക്സ് സെറ്റ് ചെയ്യണമെന്ന് ചെയ്യുന്നത്, അല്ലാതെ വണ്ടിയിൽ ഗിയർ ബോക്സ് സെറ്റ് ചെയ്യാം. എക്സ്ട്രാ ഒരു ഗിയർ ബോക്സ് സെറ്റ് ചെയ്യാം. പക്ഷെ വണ്ടിയിലുള്ള ഒന്നും മാറ്റം വരുത്തുന്നത് ഒന്നും മാറ്റം വരുത്തില്ല. ആ വീല് മാത്രം, സെൻട്രലിലെ വീല് മാത്രം നമ്മൾ സെൻട്രലിലെ വീലുണ്ടാവില്ല, അത് ഗിയർ ബോക്സുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് രണ്ട് വീലും സൈഡിൽ വർക്ക് ചെയ്യുക മാത്രമേ ചെയ്യുള്ളൂ. ഇപ്പോൾ നോർമലായിട്ട് നമുക്ക് ഈ രണ്ട് വണ്ടി ഉണ്ടാക്കാൻ ടയർ അഡീഷണൽ ഫിറ്റ് ചെയ്യാൻ തന്നെ 15 രൂപയാണ് ഇപ്പോൾ നോർമൽ ചാർജ് വരുന്നത്. ചെലവ് വരുന്നത് ഇത് ആ ചെലവൊക്കെ അടക്കിയ ഇത് വരുന്ന 15 രൂപ, ആകെ 15 രൂപയ്ക്ക് ഗിയർ ബോക്സ് അടക്കി. മറ്റേ നോർമൽ വണ്ടി നമ്മൾ എടുക്കാൻ നേരെ കൊണ്ടുവന്ന 15 രൂപ ഗിയർ ബോക്സ് അടക്കി ചെയ്ത് ചെറിയ രീതി മാത്രം. അത് അത്രയാണ്. അതിന് നമുക്കൊക്കെ വളരെ ഒരു ഉപകാരമുള്ള അവർ കുറഞ്ഞ ചെലവുകൾ മാത്രമല്ല. കുറഞ്ഞ ചെലവ് നമുക്ക് ഇങ്ങനെ ഇതൊക്കെ കുറഞ്ഞ ചെലവിൽ പറഞ്ഞാൽ ഈ റേഞ്ചിൽ ചെയ്ത് കൊടുക്കാൻ കാരണം എന്താ പറയുക, എല്ലാവർക്കും പൈസയുള്ള ആളുകളല്ലല്ലോ. എല്ലാവരും ഓരോ ജോലി ചെയ്യാൻ വരെ മെയിനായിട്ട് ബിസിനസ് അല്ല, ഒരു സേവനം എന്നുള്ള ഒരു സേവനം കൂടിയാണ്. ആണ് എൻ്റെ എന്നുവെച്ചാൽ മറ്റുള്ള ആൾക്കാരൊക്കെ വണ്ടിക്ക് ഇങ്ങനെ ബുദ്ധിമുട്ടുമ്പോൾ അവർക്ക് വേണ്ടിയിട്ട് ഇത് എടുക്കാൻ വേണ്ടിയിട്ടില്ല. തീർച്ചയായിട്ടും ഇതിപ്പോൾ നമ്മൾ ഈ മോഡിഫിക്കേഷന് ഇപ്പോൾ നമുക്ക് നിയമപരമായിട്ട് എന്തെങ്കിലും അങ്ങനെ വരും? അത് അങ്ങനെ എന്തെങ്കിലും വരുമെന്ന് വെച്ചാൽ അതിന് ആധികാരികമായിട്ട് നമുക്ക് പറയാൻ കഴിയില്ല. നമ്മളതിന് മോഡിഫൈ ചെയ്യാൻ പുറമേക്ക് വേറെ ഒന്നും ചെയ്യണില്ല. പിന്നെ ഈ ഇങ്ങനത്തെ ആളുകൾക്ക് ഇതൊരു ഉപകാരം ആയതുകൊണ്ട് അതിന് ഒരു ഉപകാരപ്രദമായതുകൊണ്ട് ചെയ്തു നോക്കിയതുള്ളൂ. അതൊരു സക്സസ് ആയി. നല്ല ഒരു വീലും കുറഞ്ഞിട്ട് മറ്റേ 2 വീലാകുമ്പോൾ ഏറെ വരുന്ന പ്രശ്നമാണ് സെൻട്രൽ ടയർ ഇങ്ങനെ കറങ്ങിക്കാം. ഇത് ആകുമ്പോൾ എന്താ നല്ലത്, 2 വീലിലും പിടുത്തുണ്ടാവും ബാക്കിൽ. ഈ 2 വീലിലും പിടുത്തുള്ളതുകൊണ്ട് എന്താണ് നല്ല പിക്കപ്പും എന്താണ് എവിടുന്ന് എടുത്ത് പോകാനും ഒക്കെ സാധിക്കും. നേരെ മറിച്ച് 3 വീല് ബാക്കിൽ ഇരിക്കുന്ന സമയത്ത് സെൻട്രലിലെ ഒരു വീല് ഇട്ട് കഴിഞ്ഞാൽ നിന്ന് കറങ്ങും, പുറത്തേക്ക് അത് ഇത് ചെയ്യില്ല, അതായത് പോരാൻ കഴിയില്ല. അങ്ങനെ നിന്ന് കറങ്ങും. ആ നിന്ന് കറങ്ങുന്ന അതിനൊരു മാറ്റം, ആ ടയർ തേങ്ങണതിൻ്റെ ഒരു ലാഭം കൂടി കിട്ടും. അതുപോലെ തന്നെ ഈ അലൈൻമെന്റിൽ എപ്പോഴും കംപ്ലൈന്റ് ഉണ്ടാകുന്ന ഒരു സംഭവമാണ് 2 വീലും വേഗം പോവാ. ഇത് 2 വീലും നിലത്ത് ശരിക്കും പിടിക്കുകയാണ് ചെയ്യുക. അല്ലെങ്കിൽ മറ്റുള്ള അലൈൻമെന്റൊക്കെ വേഗം പോയിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ മുച്ചക്രവാനൊക്കെ തിരിക്കുമ്പോൾ ഒരു സൈഡ് ഇങ്ങനെ ടയർ പൊന്തിക്കൊണ്ടാണ് നിൽക്കുന്നത്. അതൊക്കെ ഏറെ നേരം തിരിക്കുമ്പോൾ മറ്റേ ടയർ നിലത്തിട്ട് ഇതാവുമ്പോൾ എന്താ പറയുക, ഇതിൻ്റെ ഉള്ളിൽ ഹൗസിംഗ് സിസ്റ്റം ഉണ്ട്. അതുകൊണ്ട് ചിരിക്കുന്ന സമയത്തൊക്കെ പരമാവധി എത്രയും കൂടി ചിരിക്കാൻ പറ്റും. അതായത് ഞങ്ങളെ പോലുള്ള ആൾക്കാർ വളരെ സന്തോഷമുള്ള ഒരു കാര്യമാണ്. അപ്പോൾ ഞാനൊന്ന് ചെയ്ത് കൊടുക്കാം. വണ്ടിക്ക് 2 ഇല്ല. വളരെയധികം സുഖമുണ്ട് ഈ വണ്ടി ഓടിക്കാൻ. നമുക്ക് ഈ സാധനം ജസ്റ്റ് ബ്രേക്ക് പിടിച്ച് അത് അമർത്തിയിട്ട് വേണം പുറകിലോട്ട് വലിക്കാൻ. എങ്കിൽ മാത്രമേ വണ്ടി റിവേഴ്സ് ഗിയറിലേക്ക് മാറുകയുള്ളൂ. അത് നേരെ പിടിച്ച് പൊന്തിച്ച് നമ്മൾ കാറിൻ്റെ ഹാൻഡ് ബ്രേക്കൊക്കെ ഇടുന്ന ഒരു സിസ്റ്റമാണ് ഇതിനുള്ളത്. ശരിക്ക് അതിമുള്ള ബട്ടൺ അമർത്തിക്കൊണ്ട് തന്നെ പൊന്തിക്കണം, എങ്കിൽ മാത്രമേ റിവേഴ്സ് ഗിയറിലേക്ക് അത് മാറുകയുള്ളൂ. വളരെയധികം സൗകര്യപ്രദമായ രീതിയിലാണ് ഇതിൻ്റെ സെറ്റിങ്സുകളൊക്കെ ചെയ്തിട്ടുണ്ട്. അത് നേരെ തിരിച്ച് നേരെ അടിയിലേക്ക് താത്തിയാൽ നേരെ അത് ഫ്രണ്ടിലേക്ക് മാറി വീണ്ടും നമുക്കത് മാറ്റി റിവേഴ്സ് ഗിയറിലേക്ക് ഇട്ട് കൊടുക്കുക. ഭിന്നശേഷിക്കാരായുള്ള സുഹൃത്തുക്കൾക്ക് വളരെയധികം ഉപകാരപ്പെടുന്ന രീതിയിലാണ് ഈ വണ്ടിൻ്റെ സെറ്റിങ്സ് ചെയ്തിട്ടുള്ളത്. നമുക്ക് വണ്ടി തള്ളാൻ ഒരാളുടെ സഹായമോ അല്ലെങ്കിൽ വണ്ടിയിൽ നിന്ന് ഇറങ്ങി തള്ളുകയോ ഒന്നും വേണ്ട. നമുക്ക് ഏത് ഗ്യാപ്പിലൂടെ വണ്ടി മുന്നോട്ടെടുത്തും ബാക്കോട്ട് ഒക്കെ എടുത്ത് വണ്ടി ഓടിക്കാൻ പറ്റുന്ന രീതിയാണ് ഇതിൻ്റെ സെറ്റിങ്സ് ചെയ്തിട്ടുള്ളത്. അതും മറ്റു ഭിന്നശേഷി വണ്ടികളൊക്കെ ബാക്കിൽ 3 ടയർ വരുമ്പോൾ ഇതിന് 2 ടയറാണ് ഇതിൻ്റെ മറ്റൊരു പ്രത്യേകത ഉള്ളത്. അപ്പോൾ ഇത് പൊന്തിക്കുമ്പോൾ മുഴുവനായിട്ട് പൊന്തിച്ചാൽ മാത്രമേ അത് റിവേഴ്സ് ഗിയറിലേക്ക് മാറുകയുള്ളൂ. മറ്റു വണ്ടി ഓടിക്കുന്നത് പോലെ ഇതിൻ്റെ ഒരു ഭാഗം നമ്മൾ ഓടിച്ചു നോക്കുമ്പോൾ പൊന്തുകയോ അങ്ങനെ മാറ്റം വരികയോ ഒന്നും ചെയ്യണില്ല. അത് ഈ 2 ടയർ ആയതുകൊണ്ട് ഇതിൻ്റെ മറ്റൊരു പ്രത്യേകത കൂടിയാണ് ഇതിനുള്ളത്.
അതൊന്ന് വിളിക്കും. അതായത് ഇപ്പോൾ നേരെ വിട്ടോളി. ഇതൊരു ഡെമോക്ക് വണ്ടി മാത്രം മൂപ്പര് ചെയ്തൊരു വണ്ടി. ആ, ഇപ്പം നമ്മളുടെ വീഡിയോ ഇപ്പോൾ ഇന്നത്തെ നമ്മുടെ ഭിന്നശേഷിക്കാരായ സുഹൃത്തുക്കൾക്ക് വളരെയധികം ഉപകാരപ്പെടുന്ന ആ ബൈക്കിനെ കുറിച്ചിട്ടുള്ളതായിരുന്നു. അപ്പോൾ ആർക്ക് ഇനി ഇങ്ങനെ ബൈക്കിൽ എക്സ്ട്രാ റിവേഴ്സ് വെക്കണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ചമ്മാട് ഈ ഇറക്കിറങ്ങളോടുള്ള സിബി മോട്ടോഴ്സുമായിട്ട് ബന്ധപ്പെടുക.